ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ RRB NTPCയുടെ എക്സാം അനാലിസിസ് വീഡിയോ ആണ് കേട്ടോ. 17th മാർച്ചിൻ്റെ ഫസ്റ്റ് ഷിഫ്റ്റ് അനാലിസിസ് വീഡിയോ ആണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും RRB എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഡെഫിനറ്റ്ലി ഈ വീഡിയോസ് ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാനതിൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. So the first question is, copper was primarily obtained by the people of Harappan civilization from which present day state? ഇന്നത്തെ ഏത് സ്റ്റേറ്റിൽ നിന്നുമാണ് ഹാരപ്പൻ സിവിലൈസേഷനിലെ ആൾക്കാർ കോപ്പർ പ്രൈമറിലി ഒബ്റ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്? രാജസ്ഥാനിൽ നിന്നാണ് കേട്ടോ. രാജസ്ഥാനിലെ ഖേത്രി മൈൻസ്. എവിടെയാണ്? രാജസ്ഥാനിലെ ഖേത്രി മൈൻസിൽ നിന്നാണ് കോപ്പർ ഹാരപ്പൻ സിവിലൈസേഷനിലെ പീപ്പിൾ ഒബ്റ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഓൾസോ ഇനി നോക്കിക്കേ, ഹാരപ്പൻ സൈറ്റ്സ്, കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഹാരപ്പൻ സൈറ്റ്സ്. ഹാരപ്പ നമുക്ക് ഡെഫിനറ്റ്ലി അറിയാം. ദെൻ മോഹൻജദാരോ, ധോലാവീര, ലോത്തൽ, ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ഹാരപ്പൻ സൈറ്റ്സ് ആണല്ലേ. അതിൽ ലോത്തൽ ഇന്നത്തെ പ്രസന്റ് ഗുജറാത്തിലാണുള്ളത്. ആൻഡ് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ളതാണ് ഡോക്യാർഡ് അല്ലേ. ഡോക്യാർഡ് ബിൽഡ് ചെയ്തിരുന്നത്, ഫേമസ് ഡോക്യാർഡ് ഉണ്ടായിരുന്നത് എവിടെയാണ്? ലോത്തൽ സൈറ്റിലാണ് അല്ലേ. അതുപോലെ മോഹൻജദാരോയിലായിരുന്നു എന്ത് ഗ്രേറ്റ് ബാത്ത് ഒക്കെ വരുന്നത് അല്ലേ. നമുക്കറിയാം ഗ്രേറ്റ് ബാത്ത് എവിടെയാണുള്ളത്? മോഹൻജദാരോയിലാണ് ഗ്രേറ്റ് ബാത്ത് ഉള്ളത്. അതുപോലെ പശുപതി സീൽ അല്ലേ. പശുപതി സീൽ എവിടെയായിരുന്നു? പശുപതി സീല് കണ്ടത് എവിടെയായിരുന്നു? ഇറ്റ് വാസ് ഇൻ മോഹൻജദാരോ, റൈറ്റ്. പശുപതി സീല്. അതുപോലെ തന്നെ ഡാൻസിങ് ഗേള്, ഇതൊക്കെ നമുക്ക് എവിടെയാണ് കണ്ടത്? മോഹൻജദാരോയിലായിരുന്നു. ആൻഡ് ഓൾസോ മോഹൻജദാരോ ഇസ് എ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് അല്ലേ. മോഹൻജദാരോയും അതുപോലെ തന്നെ ധോലാവീരയും, മോഹൻജദാരോയും അതുപോലെ ധോലാവീരയും യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ആയിരുന്നു. ആൻഡ് മോഹൻജദാരോ വാസ് അനൗൺസ്ഡ് ആസ് എ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഇൻ 1980. അതുപോലെ ധോലാവീര ഈ അടുത്തായിരുന്നു കേട്ടോ. 2021 ധോലാവീര യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇമ്പോർട്ടൻറ്റ് ഹാരപ്പൻ സൈറ്റ്സ് ആണ് മോഹൻജദാരോ, ധോലാവീര, ലോത്തലൊക്കെ. ഡോക്യാർഡ് കണ്ടുവന്നത് എവിടെയാണ്? ലോത്തലിലാണ്. ഗ്രേറ്റ് ബാത്ത് എവിടെയാണ്? മോഹൻജദാരോയിലാണ്. അതുപോലെ മോഹൻജദാരോയും ധോലാവീരയും ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് കൂടിയാണ്. ഓക്കെ അല്ലേ? ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, which was the only state in India to show a negative population growth rate? നെഗറ്റീവ് ആണ് കേട്ടോ. നെഗറ്റീവ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് കാണിച്ച ഒരേ ഒരു സ്റ്റേറ്റ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളൂ ആസ് പെർ 2011 സെൻസസ്. അത് ഏതായിരുന്നു? ഇറ്റ് വാസ് നാഗാലാൻഡ്. ഓക്കെ, ഏത് സ്റ്റേറ്റ് ആണ്? നാഗാലാൻഡിൽ മാത്രമാണ് നെഗറ്റീവ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് കാണിച്ചത്. നാഗാലാൻഡിൽ മാത്രമാണ്. അതേസമയം ഹയസ്റ്റ് ഗ്രോത്ത് റേറ്റ് 2011 സെൻസസ് പ്രകാരം കാണിച്ചത് മേഘാലയാണ് കേട്ടോ. മേഘാലയയിലാണ് ഹയസ്റ്റ് ഗ്രോത്ത് റേറ്റ് ആണ് കേട്ടോ. പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതേസമയം ഹയസ്റ്റ് പോപ്പുലേഷൻ ഉള്ളത് എവിടെയായിരുന്നു? ഇറ്റ് വാസ് ഇൻ ഉത്തർപ്രദേശ് അല്ലേ. ഇതൊന്നും തിരിഞ്ഞു പോവില്ല കേട്ടോ, ഒന്ന് നോക്കി വെച്ചേക്കാം. പോപ്പുലേഷൻ കൂടുതൽ ഉണ്ടായിരുന്നത് ഉത്തർപ്രദേശിലും ഏറ്റവും ലീസ്റ്റ് പോപ്പുലസ് ഏതായിരുന്നു? ഇറ്റ് വാസ് സിക്കിം അല്ലേ. ഹയസ്റ്റ് പോപ്പുലേഷൻ ഉത്തർപ്രദേശിലും ലോവസ്റ്റ് പോപ്പുലേഷൻ സിക്കിമിലുമാണ്. അതേസമയം ഹയസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി എവിടെയായിരുന്നു? ബീഹാറിൽ. ആൻഡ് ലോവസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി അരുണാചൽ പ്രദേശിൽ. ഓക്കെ, അപ്പം ഹയസ്റ്റ് ഡിക്കേഡൽ ഗ്രോത്ത് റേറ്റ് കാണിച്ചതാണ് ഇവിടെ മേഘാലയ. ഓക്കെ, ഹയസ്റ്റ് ഡിക്കേഡൽ ഗ്രോത്ത് റേറ്റ് കാണിച്ചത്. ആൻഡ് ആസ് പെർ 2011 സെൻസസ് പ്രകാരം ഇന്ത്യയുടെ ഡിക്കേഡൽ ഗ്രോത്ത് റേറ്റ് എത്രയായിരുന്നു? ഇറ്റ് വാസ് 17.64. എത്രയാണ്? 17.64 ആണ് ഇന്ത്യയുടെ ഡെക്കേഡൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് 17.64. ഓക്കെ അല്ലേ? ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, അണ്ടർ ദ ജൽ ജീവൻ മിഷൻ ആസ് ഓഫ് മാർച്ച് 2026 what percentage of rural households have been provided with tap water connection? ടാപ്പ് വാട്ടർ നമുക്കറിയാം ജൽ ജീവൻ മിഷന്റെ എയിം തന്നെ എന്താണ്? എല്ലാ ഹൗസ് ഹോൾഡിലും ഹർ ഘർ ജെല്ലാണ്. ഹർ ഘർ ജെല്ലാണ്. അതായത് എല്ലാ റൂറൽ ഹൗസ് ഹോൾഡിലും ടാപ്പ് വാട്ടർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നതായിരുന്നു ജൽ ജീവൻ മിഷന്റെ എയിം എന്ന് പറയുന്നത്. ആക്ച്വലി എയിമിന് ടാർഗറ്റ് ചെയ്ത ഇയർ വാസ് 2024 ടാർഗറ്റ് ചെയ്ത ഇയർ 2024 ആയിരുന്നു. ബട്ട് ഇപ്പോൾ ആസ് ഓഫ് 2026 നമുക്ക് 82%, എത്രയാണ്? 82% നമുക്കിത് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 82% ഓഫ് റൂറൽ ഹൗസ് ഹോൾഡുകളിൽ ടാപ്പ് വാട്ടർ കണക്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആസ് ഓഫ്. ആൻഡ് നോക്കിക്കേ, ജൽ ജീവൻ മിഷൻ ലോഞ്ച് ചെയ്ത ഇയർ ഏതായിരുന്നു? ഇറ്റ് വാസ് ഇൻ 2019 അല്ലേ. 2019 ജൽ ജീവൻ മിഷൻ ലോഞ്ച് ചെയ്യുന്നത് ബൈ മിനിസ്ട്രി ഓഫ് ജൽ ശക്തി. ആണ് ജൽ ജീവൻ മിഷൻ അഥവാ ഹർ ഘർ ജൽ എന്ന് പറയുന്ന
ഹർ ഘർ ജൽ എന്ന് പറയുന്നത്. ഇത് രണ്ടും സെയിം ആണ് കേട്ടോ. ഹർ ഘർ ജൽ മിഷനും ജൽ ജീവൻ മിഷനും സെയിം ആണ്. 2019 ലോഞ്ച് ചെയ്യുന്നത്. ആൻഡ് 2024 അവരത് അച്ചീവ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. ഓക്കെ, ബട്ട് ആസ് ഓഫ് നൗ എത്ര പെർസെൻറ്റേജ്? 82% നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ എന്തായാലും നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് US സ്റ്റേറ്റ് ഈസ് പ്രൈമർലി നോൺ ഫോർ ഹാവിങ് എ മെഡിറ്ററേനിയൻ ക്ലൈമറ്റ്? ഓക്കെ, മെഡിറ്ററേനിയൻ ക്ലൈമറ്റിന് ആക്ച്വലി US വളരെ റെയർ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണ് ഇത്, മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ US മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് കാണപ്പെടുന്നത് എവിടെയാണ്? ഇറ്റ്സ് ഇൻ കാലിഫോർണിയ. എവിടെയാണ്? കാലിഫോർണിയയിലാണ്. US കാലിഫോർണിയയിലാണ് മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് പ്രൈമർലി കാണപ്പെടുന്നത്. ഇത് നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആട്ടോ ഇന്നത്തെ എക്സാമിന്. ഓക്കെ, സോ എന്തായാലും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ബൈ വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വേർ ദി വേർഡ്സ് സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇന്റഗ്രിറ്റി ആഡഡ് ടു ദി പ്രിയാമ്പിൾ? നമുക്കറിയാം ഇത് ഇമ്പോർട്ടൻ്റ് ആണല്ലേ, നോക്കി വെക്കുക. പ്രിയാമ്പിളിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇന്റഗ്രിറ്റി ഈ 3 വേർഡ്സും ആഡ് ചെയ്തത് ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വഴിയാണ്? 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഓഫ് 1976. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഓഫ് 1976. ആൻഡ് ഇത് എമർജൻസി ടൈം ആയിരുന്നില്ല. എമർജൻസിയുടെ ടൈം നമുക്കറിയാം 1975 to 77 എമർജൻസി പീരീഡ്, എമർജൻസി ഡിക്ലെയർ ചെയ്തിരിക്കുമായിരുന്നു ഇന്ത്യയിൽ. ആൻഡ് ആ ടൈമിലാണ് 42nd അമെൻമെന്റ് ആക്ട് വരുന്നത്. ആൻഡ് നമ്മൾ പ്രിയാമ്പിളിൽ ഈ ആക്ട് വഴി ആഡ് ചെയ്ത വേർഡ്സ് 3 സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇന്റഗ്രിറ്റി ആണ്. ഈ ഒരൊറ്റ പ്രാവശ്യം മാത്രമേ നമ്മുടെ പ്രിയാമ്പിൾ അമെൻഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഒരേ ഒരു വട്ടം മാത്രമേ പ്രിയാമ്പിൾ അമെൻഡ് ചെയ്തിട്ടുള്ളൂ. ആൻഡ് അത് 42nd അമെൻമെന്റ് ആയിരുന്നു. ഈ 3 വേർഡ്സും ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ, പ്രിയാമ്പിളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രിയാമ്പിളിലുള്ള ഒരു ഡേറ്റ് ഏതാണ്? ഒരു ഡേറ്റ് മെൻഷൻഡ് ഇൻ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് November 26 of 1949. ഈ ഡേയുടെ പ്രത്യേകത നമുക്കറിയാമല്ലോ എന്താണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്ത, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്ത ഡേ ആണ് November 26 of 1949 എന്ന് പറയുന്നത്. ആൻഡ് ഈ ഡേറ്റ് ആണ് നമ്മുടെ പ്രിയാമ്പിളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരേ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് 26 November 1949 ആണ്. നമ്മുടെ എന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എനാക്ട് ചെയ്തത്? കോൺസ്റ്റിറ്റ്യൂഷൻ എനാക്ട് ചെയ്യുന്നത് ജനുവരി 26 of 1950 അല്ലേ? January 26 of 1950 കോൺസ്റ്റിറ്റ്യൂഷനെ എനാക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഡസ് ദ ആർട്ടിക്കിൾ 39 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽ വിത്ത്? ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇന്നലെയും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആക്ച്വലി ഇന്നത്തെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് 4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അത് ഇന്ന് പിക്ക് ചെയ്യാനായിരുന്നു ക്വസ്റ്റ്യൻ. ആൻഡ് അതിൽ ഒരു ഓപ്ഷൻ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതല്ലേ 39, ആർട്ടിക്കിൾ 39D ഏതായിരുന്നു? ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ആർട്ടിക്കിൾ 39D ആയിരുന്നു. ആൻഡ് അതായിരുന്നു ക്വസ്റ്റ്യൻ. ഞാനിത് ജസ്റ്റ് ഒന്ന് അല്ലാണ്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു ആൻസർ ആയിട്ടും കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ, ഓപ്ഷൻസ് ഇല്ലാതെ. അപ്പോൾ ആർട്ടിക്കിൾ 39 ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ, DPSP ആണല്ലേ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്. ആർട്ടിക്കിൾ 36 to 51 DPSP ആണ്, പാർട്ട് 4 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തു അല്ലേ. 4 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്ടിക്കിൾ 36 to 51 DPSP ആണ്. DPSP എവിടെ നിന്നാണ് എടുത്തത്? ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്? അയർലൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്? അയർലൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് നമ്മൾ DPSP ബോറോ ചെയ്യുന്നത്. ആൻഡ് അതിൽ നോക്കിക്കുക, ആർട്ടിക്കിൾ 39 A to F വരെയാണ് ആർട്ടിക്കിൾ 39 വരുന്നത്. അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ് എൻഷ്യൂർസ് അഡിക്വേറ്റ് ലൈവ്ലിഹുഡ് ഫോർ ഓൾ സിറ്റിസൺസ്. ഓക്കെ, ഒരു ബേസിക് സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ് ആണ് ഈ DPSPയിൽ കൊടുത്തേക്കുന്നത്. അതിൽ തന്നെ ആർട്ടിക്കിൾ 39 A to F ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഈസ് എൻഷ്യൂർ അഡിക്വേറ്റ് ലൈവ്ലിഹുഡ് ഫോർ ഓൾ സിറ്റിസൺസ്, then prevents the concentration of wealth, equal pay for equal work, protection of children and workers. ഇതൊക്കെ ആർട്ടിക്കിൾ 39 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, സോ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹൂ വാസ് റൂളിംഗ് കനൗജ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ട്രിപ്പാർട്ടൈറ്റ് സ്ട്രഗിൾ? ഓക്കെ, ട്രിപ്പാർട്ടൈറ്റ് സ്ട്രഗിൾ ബിഗിൻ ചെയ്ത ടൈമിൽ കനൗജ് റൂൾ ചെയ്തിരുന്ന ആര് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ട്രിപ്പാർട്ടൈറ്റ് സ്ട്രഗിൾ നമുക്കറിയാം ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? കനൗജ് സിറ്റിയുടെ കൺട്രോളിന് വേണ്ടിയിട്ടായിരുന്നു ട്രിപ്പാർട്ടൈറ്റ് സ്ട്രഗിൾ നടന്നത്. ആരൊക്കെയായിരുന്നു അത്? 3 പാർട്ടീസ്. ഓക്കെ, ട്രിപ്പാർട്ടൈറ്റ് അല്ലെ, 3 പാർട്ടീസ് ആയിരുന്നു ഈ സ്ട്രഗിളിൽ ഉണ്ടായിരുന്ന 3 പാർട്ടീസ് ആയിരുന്നു ഇതിനുവേണ്ടി ഫൈറ്റ് ചെയ്തത്. ആരൊക്കെയായിരുന്നു അത്? പാല എംപയർ, പ്രതിഹാരാസ് ആൻഡ് രാഷ്ട്രകുലാസ്. ഓക്കെ, ഈ 3 എംപയർസും കൂടിയാണ് എന്താ ട്രിപ്പാർട്ടൈറ്റ് സ്ട്രഗിൾ നടക്കുന്നത് ഫോർ ദ കൺട്രോൾ ഓഫ് കനൗജ്. ആ ടൈമിൽ കനൗജിനെ റൂൾ ചെയ്തിരുന്ന ആരാണ്? ഇറ്റ് വാസ് ഇന്ദ്രയുധ.
ആരാണ്? ഇന്ദ്രയുധയാണ് കനൗജിനെ റൂൾ ചെയ്തിരുന്നത് ട്രിപ്പാർട്ടൈറ്റ് സ്ട്രഗിളിന്റെ ടൈമിൽ. ഓക്കെ. ആൻഡ് ഫൈനലി നമ്മുടെ പ്രതിഹാരാസ് ആണ് കേട്ടോ. പ്രതിഹാരാസ് ആണ് ഇത് ബാറ്റിൽ വിൻ ചെയ്യുന്നത് പ്രതിഹാരാസ് ആണ്. ആൻഡ് പ്രതിഹാര റൂളറായ നാഗഭട്ട ടു. ഓക്കെ, ആരാണ്? നാഗഭട്ട ടു ആണ് ഫൈനലി കനൗജിനെ ക്യാപ്ചർ ചെയ്യുകയും അതിനെ പ്രതിഹാര എംപയറിന്റെ ക്യാപിറ്റൽ ആക്കുകയും ചെയ്യുന്നുണ്ടായി. ആരാണ് ചെയ്യുന്നത്? നാഗഭട്ട ടു ആണ്. ഓക്കെ, നാഗഭട്ട ടു ആണ് കനൗജിനെ ക്യാപ്ചർ ചെയ്യുന്നതും അതിനെ പ്രതിഹാര എംപയറിന്റെ ക്യാപിറ്റൽ ആക്കുന്നതും നാഗഭട്ട ടു ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് മുഗൾ എംപറർ വാസ് എക്സൈൽഡ് ടു റംഗൂൺ ആഫ്റ്റർ ദ റിവോൾട്ട് ഓഫ് 1857? എപ്പോഴും ചോദിക്കുന്നതാണ് അല്ലേ. റംഗൂണിലേക്ക് 1857 റിവോൾട്ടിന് ശേഷം ഏത് മുഗൾ എംപയറിനെയാണ് എക്സൈൽ ചെയ്യുകയുണ്ടായത്? ഇറ്റ് വാസ് ബഹദൂർ ഷാ സഫർ അല്ലേ. ഡൽഹിയിൽ നിന്നും അല്ലെ, എവിടെ നിന്നാണ്? ഡൽഹിയിൽ നിന്നും റംഗൂണിലേക്ക് നാട് കടത്തപ്പെട്ടത് ആരെയാണ്? ബഹദൂർ ഷാ സഫർ ആണ്. ആൻഡ് റംഗൂൺ എവിടെയാണുള്ളത്? ഇന്നത്തെ മ്യാൻമർ അല്ലേ. ആൻഡ് വിച്ച് വാസ് നോൺ ആസ് ബർമ. ഓക്കെ, ബർമ എന്നറിയപ്പെട്ടിരുന്ന മ്യാൻമറിലാണ് ഈ റംഗൂൺ സ്ഥിതി ചെയ്യുന്നത് അല്ലേ. ബർമ എന്നായിരുന്നു മ്യാൻമറിന്റെ പഴയ പേര് കേട്ടോ. അപ്പം ചിലപ്പോൾ ഓപ്ഷനിൽ ആ പേരും തരാറുണ്ട്. ആൻഡ് ഹി വാസ് ദ ലാസ്റ്റ് മുഗൾ എംപറർ ഓഫ് ഇന്ത്യ അല്ലേ. ഇതോടുകൂടി മുഗൾ എംപറർ ഇന്ത്യയിൽ നിന്നും നശിക്കുകയായിരുന്നു. അപ്പൊ ഹി വാസ് ദ ലാസ്റ്റ് മുഗൾ എംപറർ. ആര്? ബഹദൂർ ഷാ സഫർ വാസ് ദ ലാസ്റ്റ് മുഗൾ എംപറർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് which article grants special status to the national capital territory ആയിട്ടുള്ള ഡൽഹിക്ക് സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുക്കുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 239AA. ആർട്ടിക്കിൾ 239AA പ്രകാരമാണ് ഡൽഹിക്ക് സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുക്കുന്നത് അല്ലേ. ഡൽഹിക്ക് സ്വന്തമായിട്ട് എന്താ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഒക്കെ ഉണ്ടല്ലേ. ആ ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുക്കുന്നത് ആർട്ടിക്കിൾ 239AA ആണ്. അത് ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വഴിയായിരുന്നു? 69th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഓഫ് 1991. 1991 69th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പ്രകാരമാണ് ഡൽഹിക്ക് സ്പെഷ്യൽ സ്റ്റാറ്റസ് നൽകുന്നതും ആർട്ടിക്കിൾ 239AA വഴിയാണ്. ഓക്കെ അല്ലേ. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ വിച്ച് യൂണിയൻ ടെറിട്ടറി ഇസ് എ ബാരൻ ഐലൻഡ്സ് വോൾക്കാനോ? യെസ്, ബാരൻ ഐലൻഡ്സ് വോൾക്കാനോയുടെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്താണ്? It is the only active volcano in India. The only active volcano in India ഏതാണ്? ബാരൻ ഐലൻഡ്സ് ആണല്ലേ. അത് ഏത് യൂണിയൻ ടെറിട്ടറിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇറ്റ്സ് ഇൻ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. ഓക്കെ, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിലാണ് ബാരൻ ഐലൻഡ് വോൾക്കാനോ വിച്ച് ഇസ് ദ only active volcano in India സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാം ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിന്റെ എന്താ ക്യാപിറ്റൽ എന്തായിരുന്നു? ഇറ്റ്സ് പോർട്ട് ബ്ലെയർ അല്ലേ. പോർട്ട് ബ്ലെയർ ആണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിന്റെ ക്യാപിറ്റൽ. ആൻഡ് ഇത് ഈ അടുത്തായിട്ട് ഇതിന് നമുക്കൊരു റീനെയിമിംഗ് ഉണ്ടായി അല്ലേ. എന്തായിരുന്നു ആ റീനെയിമിംഗ്? ഇറ്റ് വാസ് ശ്രീ വിജയപുരം. എന്തായിരുന്നു? ശ്രീ വിജയപുരം. ഓക്കെ, ശ്രീ വിജയപുരം എന്ന പോർട്ട് ബ്ലെയറിനെ ഈ അടുത്ത് നമുക്ക് അതിന്റെ പാസ് ആയിട്ടുണ്ട് അല്ലേ. അതിനെ റീനെയിം ചെയ്യാണ്ടായി. എന്തായിട്ട്? ശ്രീ വിജയപുരം എന്ന പോർട്ട് ബ്ലെയർ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിന്റെ ക്യാപിറ്റൽ ആണ് അല്ലേ. ഓക്കെ, സോ ആൻഡ് ഓൾസോ ഇത് ഫസ്റ്റ് ഇറപ്ഷൻ ഓഫ് ആക്റ്റീവ് വോൾക്കാനോ ബാരൻ ഐലൻഡ്സിന്റെ ഫസ്റ്റ് ഇറപ്ഷൻ റെക്കോർഡ് ചെയ്ത ഇയർ നോക്കിയേ. 1787 എന്നാണ്. 1787 കാലാപാനിയൂർ സെല്ലുലാർ ജയിൽ നോൺ ആസ് ദ സെല്ലുലാർ ജയിൽ വിച്ച് ഈസ് നോൺ ആസ് കാലാപാനി. ഇതെവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഇറ്റ്സ് ലൊക്കേറ്റഡ് ഇൻ ആൻഡമാൻ ആൻഡ് നിക്കോബാർ. ഓക്കെ, ആൻഡമാൻ ആൻഡ് നിക്കോബാറിലാണ് ഇത് കാലാപാനി എന്ന് പറയുന്ന സെല്ലുലാർ ജയിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ആൻഡമാൻ ആൻഡ് നിക്കോബാറിലാണ്. Okay, so നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. So the next question is, according to Buddhist text, how many villages were under King Bimbisara? Okay, ബിംബിസാരയുടെ അണ്ടറിൽ എത്ര വില്ലേജസ് ഉണ്ടായിരുന്നു എന്നാണ് ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകൾ പറയുന്നത്. എത്ര വില്ലേജസ് ഉണ്ടായിരുന്നു? There were 80,000 villages. Okay, ബിംബിസാരയുടെ കീഴിൽ 80,000 villages ഉണ്ടായിരുന്നു എന്നാണ് ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകളിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. And also Bimbisara is a founder of Haryanka dynasty, right? ഏത് ഡൈനാസ്റ്റിയുടെയാണ്? ഹരിയങ്ക, റൈറ്റ്. ഹരിയങ്ക ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആരാണ്? ഇറ്റ്സ് ബിംബിസാര. ഓക്കെ, ഹരിയങ്ക ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആണ് ആര്? ബിംബിസാര എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് മെത്തേഡ്സ് വെയർ അഡോപ്റ്റഡ് ബൈ ദ മോഡറേറ്റ് ലീഡേഴ്സ് ഓഫ് INC ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ
മോഡറേറ്റ് ലീഡേഴ്സ് ആരൊക്കെയായിരുന്നു? മോഡറേറ്റ് ലീഡേഴ്സ് അഡോപ്റ്റ് ചെയ്ത മെത്തേഡാണ് ചോദിച്ചിരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സ് അല്ലെ, എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഫേമസ്ലി നോൺ ആസ് 3 Ps ആണ്. ഇതായിരുന്നു 3 Ps ആയിരുന്നു ദ മോഡറേറ്റ് ലീഡേഴ്സ് എന്താ അഡോപ്റ്റ് ചെയ്തിരുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സ് ആയിരുന്നു. എന്തൊക്കെയായിരുന്നു ആ 3 Ps? പെറ്റീഷൻ, പ്രെയർ ആൻഡ് പ്രൊട്ടസ്റ്റ്. നോൺ വയലന്റ് ആയിട്ടുള്ള രീതിയിൽ പെറ്റീഷൻസ്, പ്രേയേഴ്സ് ആൻഡ് പ്രൊട്ടസ്റ്റുകളായിരുന്നു മോഡറേറ്റ് ലീഡേഴ്സ് അഡോപ്റ്റ് ചെയ്തിരുന്നത്. INCയുടെ മോഡറേറ്റ് ലീഡേഴ്സ് അഡോപ്റ്റ് ചെയ്തിരുന്ന മെത്തേഡ്സ്, കോൺസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സ്. ആൻഡ് നോക്കിക്കുക, ആരൊക്കെയായിരുന്നു മോഡറേറ്റ് ലീഡേഴ്സ്? കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ദാദാഭായ് നവറോജി, ഗോപാൽകൃഷ്ണ ഗോഖലെ, WC ബാനർജി, ഇവരൊക്കെ എക്സാമ്പിൾസ് ഓഫ് മോഡറേറ്റ് ലീഡേഴ്സ് ആയിരുന്നു അല്ലെ. ആരൊക്കെ? ദാദാഭായ് നവറോജി, ഗോപാൽകൃഷ്ണ ഗോഖലെ. ആരൊക്കെയായിരുന്നു ദി എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സ്? ആരൊക്കെയായിരുന്നു എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സ്? ആരൊക്കെയായിരുന്നു? ഇവർ ലാൽ പാൽ ബാൽ അല്ലേ, ലാൽ പാൽ ബാൽ ആയിരുന്നു ആര്? എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സ്. ആരൊക്കെയാണ് ഈ ലാൽ പാൽ ബാല്? ലാല ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ ആൻഡ് ബാലഗംഗാധര തിലക് അല്ലെ. ലാല ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ ആൻഡ് ബാലഗംഗാധര തിലക്, ഇവരായിരുന്നു ആര്? എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, വേർ വാസ് ദ മെയിൻ സെലിബ്രേഷൻ ഓഫ് ദ 93rd ഇന്ത്യൻ എയർഫോഴ്സ് ഡേ ഹെൽഡ്? 93rd ഇന്ത്യൻ എയർഫോഴ്സ് ഡേ എന്ന് പറയുന്നത് നമ്മുടെ 2025 ഇന്ത്യൻ എയർഫോഴ്സ് ഡേ ആയിരുന്നു. ആൻഡ് ഇത് മെയിൻ എവിടെയാണ് ഇതിന്റെ മെയിൻ സെലിബ്രേഷൻ നടന്നത്? ഇറ്റ് വാസ് കണ്ടക്റ്റഡ് അറ്റ് ഹിൽഡൺ എയർഫോഴ്സ് സ്റ്റേഷൻ, ഗാസിയാബാദിലെ ഹിൽഡൺ എയർഫോഴ്സ് സ്റ്റേഷനിലായിരുന്നു. ഹിൽഡൺ എയർഫോഴ്സ് സ്റ്റേഷനിലായിരുന്നു ഇന്ത്യൻ എയർഫോഴ്സിന്റെ 93rd സെലിബ്രേഷൻ നടന്നത്. ആൻഡ് എന്നാണ് ഈ ഇന്ത്യൻ എയർഫോഴ്സ് ഡേ എന്ന് പറയുന്നത്? ഏത് ദിവസമാണ്? 8th ഒക്ടോബർ. ഓക്കെ, 8th ഒക്ടോബർ ആണ് നമ്മൾ ഇന്ത്യൻ എയർഫോഴ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്നാണ്? 8th ഒക്ടോബർ ആണ്. അതുപോലെ ഇന്ത്യൻ ആർമി ഡേ എന്നായിരുന്നു? ആർമി ഡേ എന്നായിരുന്നു? ഇറ്റ് വാസ് ഓൺ 15th ജനുവരി. ഓക്കെ, ആർമി ഡേ വരുന്നത് 15th ജനുവരിയിലാണ് ആർമി ഡേ വരുന്നത്. അതുപോലെ ഇന്ത്യൻ നേവി ഡേ എന്നാണ് വരുന്നത്? നേവി ഡേ ഇസ് ഓൺ 4th ഡിസംബർ. ഓക്കെ, നേവി ഡേ, ഇന്ത്യൻ നേവി ഡേ വരുന്നത് 4th ഡിസംബറിലാണ്. ഓക്കെ, ആൻഡ് ഇന്ത്യൻ എയർഫോഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ നോക്കിയാൽ 1932. ഇന്ത്യൻ എയർഫോഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ ആണ് 1932. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഗേവ് ദി സ്ലോഗൻ സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൾ ഹാവ് ഇറ്റ്? നമുക്കറിയാലോ ആരാണ്? ബാലഗംഗാധര തിലക് അല്ലേ. ബാലഗംഗാധര തിലകാണ് ഏത് സ്ലോഗൻ പറയുന്നത്? സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൾ ഹാവ് ഇറ്റ് എന്ന് പറഞ്ഞത് ആരാണ്? ബാലഗംഗാധര തിലകാണ്. ആൻഡ് ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ഇന്ത്യൻ അൺറെസ്റ്റ്. ഓക്കെ, ഫാദർ ഓഫ് ഇന്ത്യൻ അൺറെസ്റ്റ് എന്നറിയപ്പെടുന്നത്, ഫാദർ ഓഫ് ഇന്ത്യൻ അൺറെസ്റ്റ് എന്നറിയപ്പെടുന്ന ആരാണ്? ബാലഗംഗാധര തിലകാണ്. ആൻഡ് പുള്ളിക്കാരൻ്റെ ടൈറ്റിൽ ആയിരുന്നു എന്ത്? ലോക്മാന്യ അല്ലേ. ലോക്മാന്യ ആരുടെ ടൈറ്റിലാണ്? ബാലഗംഗാധര തിലകിന്റെ. ആൻഡ് ഓൾസോ ഹി ഫൗണ്ടഡ് ദ ഹോം റൂൾ ലീഗ് അല്ലെ. ഹോം റൂൾ ലീഗ്, ആരാണ് ഹോം റൂൾ ലീഗ് ഫൗണ്ട് ചെയ്തത്? ഇറ്റ് വാസ് ബാലഗംഗാധര തിലക് ഇൻ 1916. ഓക്കെ, ഹോം റൂൾ ലീഗ് ഫൗണ്ട് ചെയ്യുന്നത് ബാലഗംഗാധര തിലകാണ് ഇൻ 1916. ഓക്കെ, ആൻഡ് പുള്ളിക്കാരൻ്റെ 2 ന്യൂസ് പേപ്പേഴ്സ് ഏതൊക്കെയായിരുന്നു? ഇറ്റ് വാസ് കേസരി ആൻഡ് മഹാരട്ട അല്ലേ. കേസരി ആൻഡ് മഹാരട്ട ബാലഗംഗാധര തിലകിന്റെ 2 ന്യൂസ് പേപ്പേഴ്സ് ആയിരുന്നു. വേറെ കേസരി മറാത്തി ലാംഗ്വേജിലും മഹാരട്ട ഇംഗ്ലീഷ് ലാംഗ്വേജിലും ആയിരുന്നു. ഓക്കെ, കേസരി മറാത്തി ലാംഗ്വേജിലും മഹാരട്ട ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള 2 ന്യൂസ് പേപ്പേഴ്സ് ആയിരുന്നു. ഓക്കെ, ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ഹോം റൂൾ ലീഗിന്റെ കാര്യം പറഞ്ഞില്ലേ. ഹോം റൂൾ ലീഗ് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഹോം റൂൾ ലീഗിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ഇസ് അറ്റ് ബെൽഗാം. ഓക്കെ, ബെൽഗാം, കർണാടകയിലെ ബെൽഗാമിലാണ് ഹോം റൂൾ ലീഗിന്റെ, കർണാടകയിലെ ബെൽഗാമിലാണ് ഹോം റൂൾ ലീഗിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ആൻഡ് ഓൾസോ ബെൽഗാമിന് വേറെ ഇമ്പോർട്ടൻസ് കൂടിയുണ്ട്. എന്താണ്? നമ്മുടെ ഒരേ ഒരു INC സെഷൻ വിച്ച് വാസ് പ്രിസൈഡഡ് ബൈ മഹാത്മാഗാന്ധി. ഏതാണ്? INC സെഷൻ, ഒരേ ഒരു INC സെഷൻ ആയിരുന്നു പ്രിസൈഡ് ചെയ്തിരുന്നത്. ഏതാണ്? 1924 ബെൽഗാം സെഷൻ. ഓക്കെ, 1924 ബെൽഗാം സെഷൻ മാത്രമായിരുന്നു ആര്? മഹാത്മാഗാന്ധി പ്രിസൈഡ് ചെയ്തിരുന്ന ഒരു INC സെഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോക്കി വയ്ക്കുക. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ ദ നെക്സ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹൂ കമ്പോസ്ഡ് രാജതരംഗിണി? രാജതരംഗിണി നമുക്കറിയാം കൽഹന അല്ലേ. രാജതരംഗിണി ആരാണ്? കൽഹനയാണ് രാജതരംഗിണി എഴുതുന്നത്, കൽഹനയാണ്. ആൻഡ് അതിൽ കാണിക്കുന്നത് ഹിസ്റ്ററി ഓഫ് കശ്മീർ ആണ് കേട്ടോ. കശ്മീരിന്റെ ഹിസ്റ്ററിയാണ് രാജതരംഗിണിയിലൂടെ പോർട്രേ ചെയ്യുന്നത്. കശ്മീരിന്റെ ഹിസ്റ്ററിയാണ്